പ്രൈസ് ലോർഡ്. ഈ പ്രഭാതത്തിൽ എന്നെ ശ്രവിക്കുന്ന ഏവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിശ്ചല നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്നത്തെ പ്രഭാത വചന ചിന്തയ്ക്കായി വിശുദ്ധ തിരുവെഴുത്തിൽ നിന്ന് ഒരു വേദഭാഗം നമുക്ക് വായിക്കാം. 2 രാജാക്കന്മാരുടെ പുസ്തകം 2-ാം അധ്യായം 19-ാം വാക്യം. പട്ടണക്കാർ എലീശയോട് പട്ടണത്തിൻ്റെ ഇരിപ്പ് മനോഹരമായതെന്നും എന്നാൽ വെള്ളം ചീത്തയും ഗർഭനാശവും ആകുന്നു എന്ന് പറഞ്ഞു. ഏലിയാവിനെ ചുഴലിക്കാറ്റിൽ ദൈവം എടുത്തതിന് ശേഷം എലീശ യോർദാൻ കടന്ന് പട്ടണത്തിലെത്തുമ്പോൾ പട്ടണക്കാർ തന്നോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് നമ്മുടെ വായിച്ചത്. ആ പട്ടണത്തിൻ്റെ ഇരിപ്പ് മനോഹരമാണെന്നാൽ അവിടുത്തെ വെള്ളം കുടിപ്പാൻ കൊള്ളാത്തതും നാശയോഗ്യവും ഗർഭനാശവും ആകുന്നു എന്ന് പറയുന്നതായിട്ട് കാണുവാൻ സാധിക്കും. എന്നാൽ എലീശ ഒരു പുതിയ തളികയിൽ ഉപ്പെടുത്തുകൊണ്ട് വരുവാനും അതുകൊണ്ട് വെള്ളത്തിൻ്റെ നീരുറവ ഉള്ള ഭാഗത്ത് അത് ഇടുന്നതായിട്ടും അങ്ങനെ വെള്ളം പഥ്യമായി തീരുന്നതായിട്ടും അവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നതായിട്ടും നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം 23-ാം വാക്യത്തിൽ ചെങ്കടൽ കടന്ന് ശൂർ മരുഭൂമിയിലെത്തിയ ഇസ്രായേൽ മക്കൾക്ക് 3 ദിവസം വെള്ളം കിട്ടാതെ അവർ ദാഹിച്ചു വലയുന്നതായിട്ട് കാണുവാൻ സാധിക്കും. അവർ മോശയോട് പിറുപിറുക്കുന്നതായിട്ടും മോശ ദൈവത്തോട് അപേക്ഷിക്കുന്നതായിട്ടും കാണുവാൻ സാധിക്കും. അങ്ങനെ ദൈവം പറഞ്ഞതനുസരിച്ച് മോശ അവിടുത്തെ ഒരു വൃക്ഷത്തിൻ്റെ ശിഖരങ്ങൾ വെട്ടി വെള്ളത്തിലിടുകയും ആ വെള്ളം പഥ്യമായി തീരുകയും മധുരമായി തീരുകയും ചെയ്യുക. ആ വെള്ളം കുടിപ്പാൻ കൊള്ളാത്തതുകൊണ്ട് കയ്പായിരുന്നുകൊണ്ട് ദേശത്തിന് മാറ എന്ന് പേരിടുവാൻ ഇടയായിത്തീർന്നു. എന്നാൽ ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരം അവിടെ വൃക്ഷത്തിൻ്റെ കൊമ്പ് വെട്ടിയിട്ട് അത് പഥ്യമായി തീരുവാനും അത് മധുരമുള്ളതായി തീരുവാനും ഇടയായിത്തീർന്നു. ഇന്ന് പാക്കാലം വചനം കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, നിങ്ങളുടെ ജീവിതത്തിൽ കയ്പായിട്ടുള്ള ഏതെങ്കിലും അനുഭവം ഉണ്ടെങ്കിൽ, നാശയോഗ്യമായിട്ടുള്ള ഏതെങ്കിലും അനുഭവം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഉള്ള നന്മ അനുഭവിക്കുവാൻ സാധിക്കാത്ത രീതിയിൽ ഏതെങ്കിലും പ്രയാസത്തിലൂടെ, ഭാരത്തിലൂടെ, കഷ്ടത്തിലൂടെ കടന്നു പോകുന്നെങ്കിൽ ഈ വചനത്തിന് മുമ്പാകെ നമ്മെ സമർപ്പിക്കാം. മോശയെക്കൊണ്ട് അത്ഭുതം പ്രവർത്തിച്ച ദൈവം, എലീശയെക്കൊണ്ട് അത്ഭുതം പ്രവർത്തിച്ച ദൈവം വെള്ളത്തിൻ്റെ കയ്പ് മാറ്റുവാൻ, വെള്ളത്തിൻ്റെ നാശയോഗ്യം മാറ്റുവാൻ, നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളെ നമുക്ക് നന്മയാക്കി തീർക്കുവാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 10-ാം വാക്യത്തിൽ യേശു ശമര്യക്കാരത്തെ സ്ത്രീയോട് പറയുന്ന വാക്കുകൾ നമുക്ക് ശ്രദ്ധേയമാണ്. യേശു ശമര്യക്കാരത്തെ സ്ത്രീയോട്, നീ ദൈവത്തിൻ്റെ ദാനവും നിന്നോട് കുടിപ്പാൻ ചോദിക്കുന്നവൻ ആരെന്നും നീ അറിഞ്ഞുവെങ്കിൽ കൊള്ളായിരുന്നു. നീ അവനോട് ചോദിക്കുകയും അവൻ ജീവനുള്ള വെള്ളം നിനക്ക് തരികയും ചെയ്യും. നമ്മൾ കഴിഞ്ഞ ഭാഗങ്ങളിൽ വെള്ളത്തിൻ്റെ സാഹചര്യങ്ങൾ മാറുന്നതാണ് കണ്ടെങ്കിൽ ഇവിടെ കർത്താവ് പറയുന്നു, ഞാൻ കൊടുക്കുന്ന വെള്ളം കൊടുക്കുന്നവന് ഒരു നാളും ദാഹിക്കുകയില്ല. 14-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവന് ഒരു നാളും ദാഹിക്കുകയില്ല. ഞാൻ കൊടുക്കുന്ന വെള്ളം അവന് നിത്യജീവങ്കിലേക്ക് പൊങ്ങി വരുന്ന നീരുറവയായി തീരും. ഈ ലോകത്തിലെ ഏതു തന്നെ വെള്ളം നാം കുടിച്ചാലും വീണ്ടും നമുക്ക് ദാഹിക്കും. എന്നാൽ നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൻ്റെ ദാഹം തീർക്കുവാൻ, നമ്മുടെ ആത്മീയ അനുഭവങ്ങൾ നന്മയായി തീരുവാൻ കർത്താവിങ്കിലേക്ക് നമുക്ക് കടന്നു വരിക, കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവിൽ നിന്ന് നമുക്ക് പ്രാപിക്കാം. ആത്മനദിയിൽ ആനന്ദിപ്പാൻ, സന്തോഷിപ്പാൻ ദൈവം നമ്മെ ഇന്ന് പാക്കാലം സഹായിക്കട്ടെ. നമുക്ക് കണ്ണടയ്ക്കാം, പ്രാർത്ഥിക്കുക. പരിശുദ്ധ പിതാവേ, നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വചനം കേൾക്കുന്ന നിന്റെ ജനത്തെ അങ്ങയുടെ നാമത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ജീവിതത്തിലെ അനുഭവങ്ങൾ അതെത്ര കയ്പുള്ളതാണെങ്കിലും മാറിയുടെ അനുഭവമാണെങ്കിൽ അതിനെ മധുരമാക്കി തീർക്കുവാൻ, അതിലുപരി നിത്യജീവങ്ങളിലേക്ക് പൊങ്ങി വരുന്ന ദൈവത്തിൻ്റെ നീരുറവയിൽ നിന്ന് ഞങ്ങളെ ലാവോളം വാങ്ങി കുടിപ്പാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കുന്നു. നിന്റെ ജനത്തെ അനുഗ്രഹിച്ചാട്ട് മഹത്വം കർത്താവ് എടുത്താട്ട് യേശു കർത്താവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ.